വനമന്ത്രിയെ നീക്കണമെന്ന് CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ. വനം മന്ത്രി മാറാൻ തയ്യാറായിട്ടും CPIM പിടിച്ചു നിർത്തുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ തോമസ്, വനം മന്ത്രിക്കെതിരെ ഏത് രീതിയിലാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായിരിക്കുന്നത്? വനം മന്ത്രിക്കെതിരെയും വനം വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നത്. ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഹൈറേഞ്ചിൽ നിന്നുള്ള പ്രതിനിധികൾ വലിയ തോതിൽ രൂക്ഷ വിമർശനം നടത്തിയത്. വനം മന്ത്രിയെ നീക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ പറയുന്നത്. ഒരു ഘട്ടത്തിൽ NCPയിലെ തർക്കത്തിനൊടുവിൽ വനം മന്ത്രി മാറാൻ തയ്യാറായപ്പോൾ CPM എന്തിനു പിടിച്ചു നിർത്തി എന്നുള്ളൊരു ചോദ്യം പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാട് എന്തിനു സ്വീകരിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. വനം വകുപ്പ് വലിയ പരാജയമാണ് എന്നുള്ളതാണ് ഇന്നലെ നടന്ന ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയിലും ഈ പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായത്. കാര്യം വനംവകുപ്പിന്റെ നടപടിയിൽ സർക്കാരിന് വലിയ തോതിലുള്ള അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവർ പറയുന്നു. CPMന് ഇടുക്കി പോലൊരു ജില്ലയിൽ വനംവകുപ്പിന്റെ പ്രവർത്തനം നടത്താൻ പോലും കഴിയുന്നില്ല. CPMന്റേതായ പ്രവർത്തനം നടത്താൻ പോലും കഴിയുന്നില്ല. ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, ആളുകളോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചില വിമർശനങ്ങളാണ് ഈ വനംവകുപ്പിനെതിരെ ഇന്ന് പ്രതികൾ ഉന്നയിച്ചത്. ഇന്നലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയിലും ഇതേ സമാനമായ വിമർശനം ഉണ്ടായിരുന്നു. വനംവകുപ്പിനുള്ള അതിർത്തി സർക്കാരിനുള്ള അതിർത്തിയായി മാറുമെന്നുള്ളതും അത് സർക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, CPM എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന ചോദ്യവും പ്രതികൾ ഉന്നയിക്കുന്നുണ്ട്. വനംവകുപ്പിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഹൈറേഞ്ചിന്റെ മേഖലയിൽ നിന്നുള്ള പ്രതികൾ ഉന്നയിച്ചിട്ടുള്ളത്. വനംമന്ത്രിയെ നീക്കണം എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ചർച്ചയിൽ. വനംമന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നതിൽ കാര്യമായ ഒരു ചലനവും വനംവകുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ജനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഈ നിലപാടൊക്കെ സ്വീകരിക്കുമ്പോഴും വനംവകുപ്പ് മന്ത്രി എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് മന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പോലും പ്രതിനിധികൾ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെയും സമാനമായ രൂക്ഷമായ വിമർശനമാണ് വനംവകുപ്പിനെതിരെ പ്രതിനിധികൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇതിൽ പ്രധാനമായും ഈ വിമർശനം ഉന്നയിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. സ്വാതി. ശരി ആൽവിൻ.